നല്ലവന്മാരെ വെറുപ്പാത്ര, അവർക്ക് ബാഡ് ബോയ്സിനെയാണ് കൂടുതൽ ഇഷ്ടം. സംഗതി സത്യമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഒരു ബാഡ് ബോയ്സിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? പല സിനിമകളിലും സീരീസിലും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. നിക്ക്, ഗാരറ്റ് ഗ്രാം, ജെയിംസ് ഹാർഡിൻ, ഇവരാരും നല്ലവരൊന്നുമല്ല. ഇവർ അത്യാവശ്യം പ്ലേ ബോയ്സ് തന്നെയാണ്. മിക്ക ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്, ഞാൻ നല്ലവനായ സ്ത്രീകളെ എന്നെ ഇഷ്ടപ്പെടുന്നുള്ളത്. എന്നിട്ട് നിങ്ങളുടെ മോശം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് സ്ത്രീകൾക്ക് അവരുടെ മുന്നിൽ നല്ലത് മാത്രം നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കും. അത് വെറും അഭിനയമാണ് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾ ഓവർ കെയറും കൊടുക്കും. അതൊന്നും അവർക്ക് ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഒക്കെ എന്താണ് അവർ വിചാരിക്കാന്നറിയോ? അവരെന്നെ കെയർ തരണോന്നല്ല, ഇവന് ഒരു പണിയില്ല എന്ന് അവര് വിചാരിക്കുള്ളൂ. അവിടെ അവര് മനസ്സിലാക്കും നിനക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനോ നിലപാടോ ഒരു ലക്ഷ്യമോ ഒന്നുമില്ല എന്നുള്ളത്. ഈ ക്യാരക്ടേഴ്സിനെ ഒക്കെ എടുത്ത് നോക്കിക്കോളൂ. അവർക്ക് സ്വന്തം ജീവിതമുണ്ട്, ഐഡന്റിറ്റി ഉണ്ട്, സ്വന്തം ലക്ഷ്യമുണ്ട്. അവർ സ്ത്രീകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറില്ല. അവർ അവരുടെ മുന്നിൽ ഇംപ്രസ് ചെയ്യാനോ ഒന്നും ചെയ്യാറില്ല. അവർ മിണ്ടാണ്ട് നിൽക്കുകയേ ഉള്ളൂ. ഇപ്പൊ നല്ലവന്മാര് ഒരു റൂമിന്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ സ്ത്രീകളുണ്ടെങ്കിൽ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവര് കാണാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും വേണച്ച് ചെയ്തു കൂട്ടും. അവർ വേണച്ച് ഉറക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു ബാഡ് ബോയ് അങ്ങനെ ചെയ്യാറില്ല. അവന്റെ പണി നോക്കിയേ നടക്കാറുള്ളൂ. കാരണം അവർ സ്ത്രീകളോട് സോറി പറയില്ല. അവരെപ്പോഴും ആജ്ഞാപിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഇവിടെ നല്ലവന്മാർക്ക് മിക്കവർക്കും സ്നേഹമല്ല വേണ്ടത്, അപ്രൂവൽ ആണ് ആവശ്യമുള്ളത്. ആണുങ്ങൾ നല്ലവരാവുന്നത് അവരുടെ സ്വഭാവം അവൻ നല്ലവരായതും കൊണ്ടല്ല, അവൻ മറ്റുള്ളവരെ കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ മുന്നിൽ നല്ലവനാണെന്ന് പറയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. 90s കിഡ്സിന് മിക്കവർക്കും പ്രണയത്തിന്റെ അവസാനം വിവാഹമായിരുന്നു. പക്ഷെ ജെൻസി കിഡ്സിന് അങ്ങനെയല്ല. ആഗ്രഹിക്കപ്പെടുക എന്നൊരു ലഹരിയാണ്. ഒരാൾ നിന്നെ സ്നേഹിക്കണം, ഒരാൾ നിന്നെ ആഗ്രഹിക്കണം, ഒരാൾ നിന്നെ നഷ്ടപ്പെടുത്താണ്ടിരിക്കാൻ ശ്രമിക്കണം. പലർക്കും പ്രണയം വേണ്ട. പ്രണയം തരുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്, അതാണ് അവർക്ക് അനുഭവിക്കാൻ ആഗ്രഹം. ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്ത് ഒരു പുതിയ പ്രത്യേകതയുണ്ട്. ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, എന്നെ കാണുന്നുണ്ടോ, എന്നെ ആഗ്രഹിക്കുന്നുണ്ടോ? മൈ ഫാൾട്ട് യുവർ ഫാൾട്ട് പോലെയുള്ള ഇങ്ങനത്തെ സീരീസുകളും സിനിമകളും ഇതിനെ കറക്റ്റായിട്ട് ഒപ്പിയെടുക്കുന്നുമുണ്ട്. ജെൻസിയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഓഫ് ക്യാമ്പസ്, മൈ ഫാൾട്ട് യുവർ ഫാൾട്ട് ഇതൊക്കെ കൂടുതലായിട്ട് അവര് റിപ്പീറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എന്താ അവർക്ക് അതിലെ കഥ അറിയില്ലേ, ക്ലൈമാക്സ് അറിയില്ലേ, എന്താ ഡയലോഗ് അറിയില്ലേ, എല്ലാം അറിയാം. എന്തും കൊണ്ട് അത് കാണുന്നത് ആ ഒബ്സഷന്റെ, അതായത് ആസക്തിന്റെ ഫീലിങ്സ് അനുഭവിക്കാനാണ് അവർ ശരിക്കും വരുന്നത്. മൈ ഫാൾട്ട് എന്ന സിനിമയില് നിക്കും നോഹയും ഒന്നിക്കുമ്പോ കഥ തീരേണ്ടത് തന്നെയായിരുന്നു. പക്ഷെ അതിനൊരു സെക്കൻഡ് പാർട്ട് വെച്ച് യുവർ ഫാൾട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ റിലേഷൻഷിപ്പിൽ ഇറങ്ങിയതിന് ശേഷമാണ് യഥാർത്ഥ ഭയം തുടങ്ങുന്നത്. അവൻ ഇപ്പോഴും എന്നെ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോഴും അവന് സ്പെഷ്യലാണോ? എന്നെക്കാൾ നല്ലൊരാളെ അവൻ കണ്ടെത്തുമോ? ഈ ചോദ്യങ്ങളോട് അവളുടെ ആസക്തിയും കൂടി വരികയാണ്. ഈ സിനിമയുടെ ഒക്കെ കോർ തീം റൊമാൻസ് അല്ല, ഒബ്സഷൻ ആണ്, അതായത് ആസക്തിയാണ്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പറയും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന്. പക്ഷെ നിങ്ങൾക്ക് ഒരാളോട് ആസക്തിയാണെങ്കിൽ ഇവൻ എന്റേതാണോ എന്ന ഒരു ചോദ്യം മാത്രമേ എപ്പോഴും ചോദിക്കുള്ളൂ. സ്നേഹം നിങ്ങൾക്ക് സമാധാനം നൽകും, ആസക്തി നിങ്ങൾക്ക് ഭയം നൽകും. എനിക്ക് ഇതിൽ ഫാന്റസി മാത്രമല്ല, ഗേൾസിന്റെ ഒരു ഫാന്റസി കൂടെയാണ്. കോൺഫിഡന്റ് ആണ്, സ്റ്റാറ്റസ് ഉണ്ട്, പണമുണ്ട്, പവർ ഉണ്ട്, ഡേഞ്ചറസ് ആണ്, അടുത്തത് എന്ത് ചെയ്യുന്നു ഒരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെയുള്ള പുരുഷന്മാര് ഒറ്റ തീരുമാനത്തിൽ നിൽക്കും. അവരോട് സ്വാഭാവികമായിട്ട് സ്ത്രീകൾ അട്രാക്ട് ആവും. അതുകൊണ്ട് ഇങ്ങനത്തെ സിനിമ കൂടുതൽ റിപ്പീറ്റ് വാച്ച് ചെയ്യും. എന്നുകൊണ്ട് ഒരു ലുക്ക്, ഒരു കംഫർഷൻ, അതായത് കുമ്പസാര, ആ ആസക്തി, ആ ഇമോഷണൽ ഹൈ, അതാണ് ജെൻസി കുട്ടികളെ വീണ്ടും തിരികെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഒരാൾ നിന്നെ നോക്കുന്നു, ഒരാൾ നിന്നെ ആഗ്രഹിക്കുന്നു, ഒരാൾ നിന്നെ നഷ്ടപ്പെടുത്താതെ ഇരിക്കാൻ ശ്രമിക്കുന്നു. ആ ഫീലിങ്സ്, അതാണ് യഥാർത്ഥ ലഹരി. ഓഫ് ക്യാമ്പസ്, ആഫ്റ്റർ, മാക്സ്റ്റൺ ഹാൾ, യുവർ ഫാൾട്ട്, മൈ ഫാൾട്ട് ഇതൊന്നും റൊമാൻസ് അല്ല. ഇവരെല്ലാം ആസക്തിയാണ് വിൽക്കുന്നത്. ഇപ്പൊ ഒരാൾ എന്നെ ആഗ്രഹിക്കുമ്പോൾ അവൻ വേറൊരാളെക്കാട്ടിലും കൂടുതൽ എന്നെ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചിന്താഗതി ഇപ്പോഴുണ്ട്. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്നേഹമല്ല, ഞാൻ മറ്റുള്ളവർക്ക് സ്പെഷ്യൽ ആവണം എന്നുള്ള ഒരു ആഗ്രഹമാണ്.